സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ കൂടി 5890 രൂപയായി. പവന് വില 47,120 രൂപ. എന്താണ് ഇതിന്റെ കാരണമെന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രദീപ്, അടിക്കടി ഉണ്ടാകുന്ന വില അത് ഇത്രയും വലിയ 5800 സംതിങ്ങിലേക്ക് ഗ്രാമിനെത്തുന്നു. 47,000 പിന്നിട്ട് കഴിയുമ്പോൾ ഈ പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു പവന്റെ വില ഏകദേശം 50,000-അപ്പുറത്തേക്കൊക്കെ പോകുന്ന നിലയാണുള്ളത്. എന്താണ് ഇതിന്റെ കാരണം പ്രദീപ്? ഗ്രാമിന് 5890 രൂപയാണ് ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. ഈ വർഷം സ്വർണ്ണവില കയറിയിറങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ വില കൂടുകയാണ് കൂടുതലും ചെയ്തത്. അതിൽ തന്നെ വിലയുടെ റെക്കോർഡ് ഏതാണ്ട് 14 തവണയാണ് ഈ ഒരു വർഷം ഭേദിക്കുന്ന കാഴ്ച കാണാനായത്. അങ്ങനെയാണ് ഇത്രയും ഉയർന്ന വിലയിൽ എത്തി നിൽക്കുന്നത്. പ്രധാനമായും വില ഇത്രയും ഉയരാൻ കാരണം രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിലും രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന്, പൊതുവിലുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആളുകൾ ഏറ്റവും മികച്ച ഒരു സുരക്ഷിത നിക്ഷേപമായാണ് സ്വർണ്ണത്തെ കാണുന്നത്. അങ്ങനെ കൂടുതൽ സ്വർണം വാങ്ങി വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഫലമായി സ്വർണ്ണവില ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിവിധ യുദ്ധങ്ങളാണ്. പശ്ചിമേഷ്യയിലെ സമാധാന പ്രശ്നങ്ങൾ, ഉക്രൈനിലെ യുദ്ധം, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ ആളുകൾ സ്വർണ്ണത്തെ കൂടുതൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രൂഡിന്റെ വിലയിലുണ്ടാകുന്ന വർധനമാണ്. മറ്റൊന്ന്, പലരും വിവാഹ സീസണും മറ്റുമാകുമ്പോൾ കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നു. കൂടുതൽ ആളുകൾ രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ സ്വർണ്ണ ഉപഭോഗം വർദ്ധിക്കുന്നു. ചൈനയാണ് സ്വർണ്ണ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യം. ഇന്ത്യയും ഏറെ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആവശ്യകത വർദ്ധിക്കുന്നത് ഉൾപ്പെടെയുള്ളതാണ് സ്വർണ്ണത്തിൻ്റെ വില വർധനവിന് കാരണമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഒരു നിക്ഷേപമായി പലരും സ്വർണ്ണത്തെ കാണുന്നു. കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വിലയിൽ ഏതാണ്ട് 118% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് മാത്രം, അതായത് ജനുവരി 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഒരു പവൻ സ്വർണ്ണത്തിന് ഏതാണ്ട് 6,650 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു നിക്ഷേപമായി സ്വർണ്ണത്തെ കാണുന്നു എന്നതുകൂടിയാണ് സ്വർണ്ണവില മുകളിലേക്ക് പോകാൻ കാരണം. പുതുവർഷത്തിലും സ്വർണ്ണവില മുകളിലേക്കായിരിക്കാനാണ് സാധ്യതയെന്നാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെയെങ്കിൽ പ്രദീപ്, എത്രത്തോളം കൂടാനൊക്കെയുള്ള സാധ്യത ഭേദിക്കുക? സർവകാല റെക്കോർഡെന്ന് നമ്മൾ പറഞ്ഞിങ്ങനെ പോവുകയാണ് ഓരോ മാസങ്ങളൊക്കെ പിന്നിടുമ്പോൾ. ഇനിയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ക്രൂഡിൻ്റെ വില, ഇതൊക്കെ ഏറ്റക്കുറച്ചിലുകളായി ഇനി വരുമ്പോൾ എത്രത്തോളം കുതിച്ചുയരാനാണോ സാധ്യത? അത് എന്ന് വരെ നീണ്ടു നിൽക്കുമെന്നാണ് നിരീക്ഷകരൊക്കെ, വിപണിയിലെ പ്രധാനപ്പെട്ട നിരീക്ഷകരൊക്കെ പറയുന്നത്. കൃത്യമായൊരു തുക പറയാൻ ആർക്കും തന്നെ കഴിഞ്ഞു എന്ന് വരില്ല. മുൻപ് പറഞ്ഞ ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും, അതായത് യുദ്ധങ്ങൾ, രൂപയുടെ വിനിമയ നിരക്കിലെ മൂല്യം, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായും ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത്. മാത്രവുമല്ല, അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണത്തിൻ്റെ വില കൂടി കണക്കിലെടുത്ത് മാത്രമേ ഒരു വില പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എത്ര വരെ പോകുമെന്ന് ഏറ്റവും വിദഗ്ധരായ ആളുകൾക്ക് പോലും വളരെ കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അതേസമയം 47,120 രൂപയാണ് ഇന്ന് ഒരു പവൻ്റെ വില. പക്ഷേ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വില ഏതാണ്ട് 51,000 രൂപയിലധികമാകും. കാരണം നികുതി, GST, പണിക്കൂലി, അത്തരം കാര്യങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ട് 51,000 രൂപയിൽ അധികമാകും ഒരു പവൻ സ്വർണ്ണം വാങ്ങാൻ. 2024 തുടക്കത്തിൽ എന്തായിരുന്നാലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നു. കാരണം ഇപ്പോൾ ഈ 2023 അവസാനിക്കുമ്പോഴത്തെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും തന്നെ നിലനിൽക്കുന്നു. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ പുതുവർഷം പിറക്കാനുള്ളൂ. യുദ്ധഭീതി, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ എന്തായിരുന്നാലും സ്വർണ്ണവില താഴേക്ക് വരാൻ ഇടയില്ല, മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് വിപണി നൽകുന്ന സൂചന. തുടർന്നുള്ള മാസങ്ങളിലെ കാര്യങ്ങൾ മറ്റ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ, ട്രഷററാണ്, AKGSMA യുടെ പ്രതിനിധിയാണ്. എന്താണ് ഈ വില വർധനവിന് കാരണം, ഇത് എത്രത്തോളം നിൽക്കും എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ശ്രീ അബ്ദുൽ നാസർ, എങ്ങനെയാണ് ഇപ്പോൾ വിപണിയിൽ ഈ വില കുതിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ മാർക്കറ്റിലൊക്കെയുള്ള ഒരു എന്താണ് കാണാൻ കഴിയുന്നത്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാരണം ഡിസംബർ മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനുമൊക്കെ എത്രയോ ഉയർന്നു തന്നെ വില വരികയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സാഹചര്യങ്ങളുണ്ട്, സ്വർണം ഒരു നിക്ഷേപമായി കാണുന്നു, അങ്ങനെയൊക്കെ പല പല സ്വാധീന ഘടകങ്ങളുണ്ട്. എന്താണ് ഈ പോക്കിന് കാരണം പ്രധാനപ്പെട്ട? 2023 കടന്നു പോകുമ്പോൾ സ്വർണം ഏറ്റവും വലിയ വിലവർധനവുണ്ടായ ഒരു വർഷം കൂടിയാണ്.
2023 14 തവണയാണ് നേരത്തെ പ്രതീക് സൂചിപ്പിച്ചതുപോലെ വിലവർധനം ഉണ്ടായിട്ടുള്ളത്. ലോകത്തെമ്പാടും നിലനിൽക്കുന്ന മാന്ദ്യം, സാമ്പത്തിക അസ്ഥിരത തുടങ്ങിയ ഘടകങ്ങൾ, യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതെല്ലാം സ്വർണത്തെ വിലവർധനവിന് കാരണമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2.5 മാസത്തിനുള്ളിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $150 കൂടുതലാണ് വിലവർധനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇന്ന് സ്വർണ്ണവിലയുടെ അന്താരാഷ്ട്ര വില $2085. ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് $2075 ഇത് മാറിയിട്ടുണ്ട്. എങ്കിലും ഇത്രയും $150 ഒരു വിലവർധനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരു കറക്ഷൻ, ഒരു തിരുത്തൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിപണി. എങ്കിലും പുതുവത്സരത്തിൽ വിലവർധനവിന് തന്നെയാണ് സാധ്യത. ആ വില വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു $100 തിരുത്തൽ വന്നാൽ പോലും $2100 എന്ന ഒരു കടമ്പ കടന്നാൽ $2150 $2200 സ്വർണ്ണവില പോകാമെന്നുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മറ്റ് ഘടകങ്ങൾ സ്വർണത്തിന് വില വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളായി കാണുന്നു. ശ്രീ വാങ്ങലിന്റെ കാര്യത്തിൽ ഒരു പ്രേക്ഷകൻ നമ്മുടെ തുടരുന്നുണ്ട്. താങ്കളിലേക്ക് എത്താം. സൈജു ആലപ്പുഴയിൽ നിന്നും ഒരു പ്രേക്ഷകനുണ്ട്. സൈജു, ഈ സ്വർണ്ണവില കുതിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത്? ആ ടിവിയുടെ വോളിയം കുറയ്ക്കുമോ സൈജു? തീർച്ചയായിട്ടും ഇത്തിരി വേദന തോന്നുന്നത്. പറഞ്ഞോളൂ. ഈ സ്വർണ്ണ ഇങ്ങനെ കയറിപ്പോയാൽ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സൈജു ആലപ്പുഴ എന്നൊരു പ്രേക്ഷകനാണ്. പ്രത്യേകിച്ച് ശ്രീ അബ്ദുൽ നാസർ, നമ്മൾ പറഞ്ഞു വന്നത് കാരണം ഇതിന്റെ വാങ്ങൽ ശേഷി സംബന്ധിച്ചാണ്. ഇത്രയും വില വർധനവിലും ഈ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രതിഫലനം, ആളുകളുടെ സമീപനം എങ്ങനെയാണ്? കാരണം വില ഇത്രത്തോളം നമ്മൾ റെക്കോർഡ് ഭേദിക്കുന്നു എന്ന് പറയുമ്പോഴും ആളുകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വിപണി മൊത്തത്തിലുള്ള ഒരു നില പരിശോധിച്ചാൽ ഒരു പർച്ചേസ് പവർ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 5060 രൂപയായിരുന്നു സ്വർണ്ണവില. 800 രൂപയോളം വർദ്ധിച്ചാണ് ഇപ്പോഴത്തെ വില നിൽക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് ഇതിന്റെ വില കുതിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ക്യാഷ് ഫ്ലോയുടെ കുറവുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വിപണിയിൽ സ്വർണത്തിന്റെ വില ചെറുതായിട്ടെങ്കിലും ഇടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കാര്യം ഈ വില വർധനവ് തന്നെയാണ് വരുന്നത്. ആളുകളുടെ ഒരു വാങ്ങൽ ശേഷി കുറഞ്ഞിട്ടുണ്ട്. ഈ 10 പവൻ വാങ്ങിക്കുന്നവരിപ്പോൾ അതൊരു 8 പവനിലേക്കോ 5 പവനിലേക്കോ ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിപണിയുടെ ഒരു ഇപ്പോൾ മുന്നോട്ടുള്ള ഗതി വരുന്നത്. അത് ഈ വിപണിയെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷം വോളിയം ഓഫ് ബിസിനസ് കൂടിയിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നിട്ടുള്ളതായിട്ടാണ് പൊതുവെ കരുതുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു വർഷം വിൽക്കുന്നത് 300 ടൺ സ്വർണ്ണമാണ് ഏകദേശം. ശ്രീ അബ്ദുൽ നാസർ മടങ്ങിയെത്തുന്ന ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. രാജേന്ദ്രകുമാർ കോഴിക്കോട് എന്നൊരു പ്രേക്ഷകനുണ്ട്. രാജേന്ദ്രകുമാർ പറഞ്ഞോളൂ. അല്ല സാർ, ഈ സാധാരണക്കാർ എങ്ങനെയാണ് ഈ തൊഴിലാണെങ്കിൽ ഈ പെൺപിള്ളേരെ പറഞ്ഞയക്കുക? നേരത്തെ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നമ്മളെ അമ്മമാരോ ചേച്ചിമാരൊക്കെ ഈ ചെറിയ മാറ്റിയെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അദ്ദേഹം സൂചിപ്പിച്ചില്ലേ, അഡ്വക്കേറ്റ് നാസർ സാർ പറഞ്ഞ കറക്റ്റാ. ഒരു കമ്മൽ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ചെയിന് മാറ്റിയെടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോ അവർക്കൊക്കെ അത് വലിയൊരു മരീചിക പോലെ ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മാധ്യമത്തോട് ആളുകളെ 15 പവനിൽ കൂടുതൽ കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തണം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം സ്വർണ്ണം കൊടുത്തേ അയക്കൂ എന്നൊന്നുമില്ലല്ലോ, അല്ലാതെയും പെൺകുട്ടികളെ വീട്ടിൽ നിന്നും അയക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ള മാതൃകയിലേക്ക് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ശ്രീ രാജേന്ദ്രകുമാർ കോഴിക്കോട് പ്രതികരിക്കേണ്ടത്. ശ്രീ അബ്ദുൽ നാസർ, ഇതൊരു സ്റ്റാറ്റസിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഈ പ്രേക്ഷകരൊക്കെ കാണുന്നത്. കാരണം ഈ അല്ലാതെ സ്വർണ്ണത്തിന്റെ കാര്യം താങ്കൾ എനിക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് തോന്നുന്നു. ശ്രീ അബ്ദുൽ നാസർ പറഞ്ഞോളൂ. ഇതെന്ത് വിലവർധനമുണ്ടായാലും ശരി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വർണത്തിനോടുള്ള അഭിനിവേശം ഒരിക്കലും കുറയുകയില്ല. അതുകൊണ്ട് സ്വർണ്ണവില എത്ര വർദ്ധിച്ചാലും ശരി, ജനങ്ങൾ സ്വർണം വാങ്ങിക്കുക തന്നെ ചെയ്യും. ആ ഒരു
സ്ത്രീകൾക്ക് തന്നെ സ്വർണം ധരിച്ചില്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കുറവ് വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ മഞ്ഞലോഹത്തോടുള്ള ഭ്രമം ഒരിക്കലും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്ന ഒരു പ്രശ്നത്തെ നിലനിൽക്കുന്നത്. തുടരുക. ഇപ്പോൾ ജിജി നെല്ലിയാമ്പതി എന്നൊരു പ്രേക്ഷകനുണ്ട്. സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുമ്പോൾ എന്താണ് ജിജിക്ക് പറയാനുള്ളത്? സാർ, നമുക്കിപ്പോ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു വർഷം എത്ര തവണ കൂടിയെന്ന് നോക്കുമ്പോ നമുക്കിപ്പോ 50 അല്ല 60 എത്തിയാലും നമുക്ക് വാങ്ങിക്കാൻ ആൾക്കാർ ഉള്ളിടത്തോളം ഇതിപ്പോ സ്വർണ്ണവില കൂടിക്കൊണ്ടേ ഇരിക്കും. ഇനിയിപ്പോ എത്ര കൂടിയാലും മേടിച്ചിടാൻ ആളുണ്ട്. ഇതിപ്പോ നമ്മളെ പോലെയുള്ള പാവങ്ങൾ പാവങ്ങളുടെ കാര്യം നോക്കുമ്പോഴാണ് നമുക്കാണ് ഈ റേറ്റ് കൂടുമ്പോൾ നമുക്കാണ് ഒരു ഇത് വരുന്നത്. കാരണം ഇനിയിപ്പോ ഈ ഒരു പുതുവർഷം വരുമ്പോഴെങ്കിലും ഒന്ന് കുറഞ്ഞു കാണണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഓരോ തവണയും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ശരി 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 ജിജി നെല്ലിയാമ്പതി എന്നൊരു പ്രേക്ഷകയാണ്. ശ്രീ അബ്ദുൽ നാസർ, ഇതൊരു ഇന്ന് വരെ നീണ്ടു നിൽക്കാൻ നമുക്ക് അറിയാം. അന്താരാഷ്ട്ര തലത്തിലുള്ള പല ഘടകങ്ങളും സ്വാധീനിക്കപ്പെടും. ക്രൂഡിന്റെ വില, ഇപ്പോഴുണ്ടാകുന്ന നിക്ഷേപമായി അമേരിക്കയിലൊക്കെ US ഉണ്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചലനങ്ങൾ. അപ്പോൾ ഇത് എന്ന് വരെ ഒരു നീണ്ടു നിൽക്കും ഈ വില ഇനിയും മുന്നോട്ട് പോകും? കാരണം നമുക്ക് ഇപ്പൊ 47,100 ആണെങ്കിലും പണിക്കൂലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു പവന് 50,000 ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വിലവർദ്ധനവ് തുടർക്കഥയായിട്ട് മുന്നോട്ട് നീങ്ങാനേ ഉള്ളൂ സാധ്യത. കാരണം ലോകത്ത് ജനങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും അതൊരു പ്രസ്റ്റീജിയസ് കമ്മോഡിറ്റിയായി കരുതൽ ശേഖരമായി കരുതി വെക്കാനും സ്വർണം മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അതിന്റെ വില നാൾക്ക് നാൾ ഉയരുകയാണ്. കാര്യം കഴിഞ്ഞ ഒരു 10 വർഷത്തെ വിലയെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 10 വർഷത്തിന് മുമ്പ് $1,150 ആയിരുന്നു അന്താരാഷ്ട്ര വില. ആ ഡോളറിൽ നിന്നാണ് സ്വർണ്ണവില കുതിച്ച് ഒരു 2011 ആയപ്പോഴത്തേക്ക് $1,970 അതിനുശേഷം 10 വർഷം കൊണ്ട് സ്വർണത്തിന് ഒരു $100-150 വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ. പക്ഷെ നമ്മുടെ രാജ്യത്ത് സ്വർണ്ണവില ഇത്രയും മാത്രം കുതിക്കാനുള്ള കാരണം 2011 67 രൂപയായിരുന്നു നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക്. ഇപ്പോൾ അത് ഇന്ന് 83 രൂപ 26 പൈസയാണ്. അപ്പൊ 15 രൂപയുടെ ഒരു ദുർബലാവസ്ഥ ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റ് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള സ്വർണത്തിന്റെ നികുതിയുമാണ് സ്വർണത്തിന് ഇത്രമാത്രം വിലവർദ്ധനവ് കാരണം. ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് ഇറക്കുമതി ചുങ്കം എടുത്തുകളയുകയും നമ്മുടെ ഇന്ത്യൻ രൂപ കൂടുതൽ കരുത്താകുകയും ചെയ്താൽ സ്വർണ്ണവില ഒരു 4,500 രൂപയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇന്ത്യയിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നതാണ് ഇറക്കുമതി ചുങ്കം കുറച്ചെങ്കിലും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്വർണ്ണവില കുറച്ച് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കള്ളക്കടത്ത് പോലുള്ള സാഹചര്യങ്ങളും വർദ്ധിക്കാനുള്ള കാരണം. ഷിബു വർക്കലയിൽ നിന്ന് ഒരു പ്രേക്ഷകനുണ്ട്. ഷിബു പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിത്യോപയോഗ സാധനങ്ങൾ 50 പൈസയോ 1 രൂപയോ കൂടിക്കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ജനങ്ങളും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും എന്താണ് പ്രതികരിക്കാത്തത്? പറഞ്ഞോളൂ. അതിലെ പ്രതികരണമാണിത്. അതാണ് ഈ ചർച്ച. ഇതല്ലോ സാധാരണ പ്രതികരണം. നിങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു 50 പൈസയോ 1 രൂപയോ വില കൂടിയാൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയല്ലല്ലോ. അതാണ് ഇതിന്റെ അത്ഭുതമാണ് ചോദിക്കുന്നത്. ആ അത്ഭുതം പറയാൻ താങ്കൾക്കും ഒരു വേദി ഉണ്ടായല്ലോ. അതാണ് ഈ ചർച്ചയുടെ പ്രത്യേകത. വേദിയല്ലല്ലോ, വേദി കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. താങ്കളെ പോലെയുള്ള ആളുകളുടെ ഈ ആത്മരോഷവും നമുക്കുള്ള പ്രതിഷേധവും ഒക്കെ അറിയിക്കാനുള്ള വേദിയാണിത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി മാതൃഭൂമി, അതാണ് ആ വേദി. അല്ല ആത്മരോഷം നമ്മുടെ പ്രതിഷേധമായാലും ഇതിന്റെ ആശങ്കയൊക്കെ അറിയിക്കാനുള്ള വേദിയാണ്. താങ്കൾക്ക് വേറെ എവിടെയും ഇന്ന് വിളിക്കാൻ കഴിയുന്നില്ലല്ലോ. മാതൃഭൂമി ന്യൂസിലേക്ക് വിളിക്കാൻ കഴിയില്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ നന്ദി ശ്രീ ഷിബു വർക്കല പ്രതികരിച്ചതിന്. ശ്രീ ലെക്സി കൊച്ചിയിൽ നിന്നും ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ലെക്സി, ഹലോ. പറഞ്ഞോളൂ. സ്വർണത്തിന്റെ വില ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോ ഇപ്പൊ നമ്മള് മക്കളൊക്കെ വിദേശത്തേക്ക് വിടുന്ന ഒരു സമ്പ്രദായം നമ്മളുടെ കേരളത്തിൽ വളരെയധികം പ്രാബല്യത്തിലുണ്ട്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോ ഞാൻ പറയുന്നത്, ഈ വിദേശ രാജ്യങ്ങളിലൊന്നും ഈ സ്വർണത്തോട് ഇത്ര വലിയ കമ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്, എനിക്ക് പല കുട്ടികളെ അറിയാവുന്നത്, സ്വർണം ധരിക്കാൻ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു മോഡേൺ ജനറേഷൻ ആയിട്ടാണ് ഇപ്പൊ പല കുട്ടികളും വരുന്നത്.
അപ്പൊ നമ്മൾ മക്കളെ കെട്ടിക്കുമ്പോഴത്തേക്കും സ്വർണം കൊടുക്കുന്നില്ല. അത് ആ പണം ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാല് ഈ സ്വർണം ഇങ്ങനെ പോണത് കൊണ്ട് നമ്മളിങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ കൊടുക്കാൻ സ്വർണം. ശരി, വളരെ വ്യക്തമാണ് ലെക്സിയുടെ നിലപാടും വിശകലനവും. ശ്രീ അബ്ദുൾ നാസർ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ കള്ളക്കടത്തിന്റെ കാര്യമൊക്കെയാണ്. കാരണം ഈ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ തീർച്ചയായും നമുക്കറിയാം എത്രയോ കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആവശ്യകത ഏറുകയാണ്, അതൊരു ഫാക്ടർ. നേരത്തെ മറ്റൊന്ന് പറഞ്ഞത് ഈ ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഓരോ ബഡ്ജറ്റിലും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു തരത്തിലും അതിനെ തൊടുന്ന പോലും ഇല്ലാത്ത നിലയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഓരോ ബഡ്ജറ്റിലും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നികുതിയുടെ കാര്യത്തിലൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ നികുതി ഈ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന് വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 2% നേരത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇറക്കുമതി ചുങ്കം ഉണ്ടായിരുന്നു. അത് പടിപടിയായി ഉയർത്തിച്ച് ഈ ഗവൺമെന്റ് നിർമ്മലാ സീതാരാമന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ 10% 12% ഇപ്പോൾ 15% നികുതി. അപ്പോൾ ഒരു കിലോ സ്വർണത്തിന് 7 ലക്ഷം രൂപ വരെ നികുതി കൊടുക്കേണ്ട, ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കും. 3% GST പേർ. ഇതാണ് ഇവിടുത്തെ വിലവർധനവിന് ഏറ്റവും കാരണം. ലോകത്ത് ഒരു രാജ്യത്തും ഇത്രയും വലിയ നികുതി സ്വർണത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സ്വർണ്ണവില കള്ളക്കടത്തുകാർക്ക് ചാകരയാണ് ശ്രീ അബ്ദുൽ നാസർ അല്ലേ? അതെ 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 അതെ. ഞാൻ ഒരു കാര്യം കൂടെ അത് നമുക്ക് പൂർത്തിയാക്കാം. ഇപ്പോൾ ഒരു പ്രേക്ഷക തങ്കമണി നെടുമങ്ങാട് എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തങ്കമണി പറഞ്ഞോളൂ. ഇല്ല സാർ, ഇത് ചുമ്മാ ഈ കല്യാണത്തിന് ആളുകള് ആ മോഡ കാണിക്കാൻ വേണ്ടി മാത്രമാണ് സ്വർണ്ണം ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വെറും ഒരു 1-2 പോയിന്റ് രീതിയിൽ മാത്രമാണ് സ്വർണ്ണം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണെങ്കിലും ഒരു വിവാഹത്തിന് സമ്മതിക്കാന്നുള്ളേ ഉള്ളൂ. ഇത്രവന്റെ ഉരുപ്പടിയിട്ടിട്ട് ബാക്കി നിങ്ങളെ മക്കൾക്കുള്ള തുക നിങ്ങൾക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളൊരു വാക്കാകുമ്പോ ഇത്രയും സ്വർണത്തിന് വില കൂടൂല ഒരു കാരണവശാലും. ഇത് ഇന്ന് വില കൂടുന്ന പറയുമ്പോൾ ജുവലറി മൊത്തത്തോടെ അങ്ങ് ആള് ഇരച്ചു കയറാണ്. അതാണ് വിലക്ക് ഇത്രയും വില കൂടാൻ കാരണം. തീർച്ചയായും തങ്കമണി, അതായത് വിവാഹത്തിന്റെ അളവുകോലല്ല സ്വർണം. നമ്മൾ അങ്ങനെ കാണാതിരിക്കുക, നമ്മുടെ നിക്ഷേപം മാത്രമായി അതിനെ കാണുക, അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അൻസർ, കൊല്ലത്ത് നിന്നും ഒരു പ്രേക്ഷകനുണ്ട്. അൻസർ പറഞ്ഞോളൂ. അൻസറെ പറഞ്ഞോളൂ, കേൾക്കാമെങ്കിൽ. പറഞ്ഞോളൂ, അതിവേഗം പറഞ്ഞോളൂ. സാറേ, നമ്മൾ ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നതും മറ്റുമെല്ലാം പൈസ, സ്വർണത്തിന് പകരം രൂപത്തിനും പൈസ കൊടുക്കണമെന്നാ പറയുന്നത്. ഇതിനൊരു വരുത്തിയാണെന്നുണ്ടെങ്കിൽ 15 പവൻ കൃത്യമായിട്ട് കൊടുക്കുമെന്നൊരു ഗവൺമെന്റ് ഒരു നോംസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീർത്തില്ലേ? ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമില്ലാതെ. തീർച്ചയായും ആൻസറാണ് വിവരം പ്രതികരിച്ചത്. ശ്രീ അബ്ദുൽ നാസർ, നമ്മൾ പറഞ്ഞു വന്നത് ആ ചാകര ഈ കള്ളക്കടത്തിൻ്റെയൊക്കെ കാര്യത്തിലേക്കാണ്. നികുതി ചോർച്ച ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയും വേണ്ടേ? അതിനെല്ലാം ഗവൺമെന്റ് മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കള്ളക്കടത്ത് തടയുന്നതിനുള്ള ഒരു നിലപാടും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ പരാതി. അതിപ്പോഴും തുടരുകയാണ്. അത് ഈ ഇത്രയും വലിയ നികുതി ഇറക്കുമതി ചുങ്കം ഉള്ളത് കൊണ്ടാണ് കള്ളക്കടത്ത് വർദ്ധിക്കുന്നത്. അത് ഒരു 10% അല്ലെങ്കിൽ 5% ഇത് താഴ്ത്തി ഒരു അനാകർഷകമാക്കിയാൽ കള്ളക്കടത്ത് തടയാൻ കഴിയും. എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഇത് ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല സ്വർണം എന്ന് പറയുന്നത്. ഇത് എക്കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാനുള്ള വലിയൊരു കരുതൽ ധനമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ സ്വർണം വാങ്ങിക്കുന്നത്, അല്ലാതെ ആഭരണമായി അണിയുന്നതിന് തീർച്ചയായും അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ മാറില്ല. കാരണം വിവാഹത്തിന്റെ അളവുകോലായി മാറുകയേ ചെയ്യരുത്. അതിനുകൂടെയുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ തന്നെ നമ്മൾ കാണണം. ശ്രീ അബ്ദുൽ നാസർ മടങ്ങിയെത്തുമ്പോൾ സുരേഷ് നെന്മാറിൽ നിന്നൊരു പ്രേക്ഷകരുണ്ട്. സുരേഷ് പറഞ്ഞോളൂ. സാറേ, എനിക്ക് പറയാനുള്ളത്, നമ്മള് പാവപ്പെട്ടവരാണ്. നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് സ്വർണങ്ങളൊന്നും അധികം കൊടുക്കാൻ പറ്റില്ല. നമ്മള് പൈസയും ചോദിക്കുന്നുണ്ട്. പൈസകളൊക്കെ അവര് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ചോദിക്കുന്നുണ്ട്. ആര് ചോദിക്കുന്നുണ്ട്? നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ പെങ്ങന്മാരാണെങ്കിലും മക്കളാണെങ്കിലും നമ്മുടെ ബന്ധുക്കാരന്റെ ഈ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് അറിയില്ലേ? ശിക്ഷ വാങ്ങുന്നതാണെന്ന് അറിയില്ലേ സുരേഷ്?
അറിയാം. പക്ഷെ അതില്ലാതെ ഇപ്പൊ നമുക്ക് കൊടുക്കാനും പറ്റില്ല. ആര് പറഞ്ഞു സുരേഷ്? ഇല്ല പറഞ്ഞിട്ടില്ല സാറേ. അതിപ്പോ പൊതുവെ നമ്മുടെ ചോദിക്കുന്നവരുടെ നമ്പർ, ആ ചോദിച്ച ആളുടെ നമ്പർ ഇഞ്ഞ് അയച്ചു തരിക. മാതൃഭൂമി ന്യൂസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് ചോദിച്ചത്, നിങ്ങളോട് ആരാണ് ചോദിച്ചത്, അങ്ങനെയുള്ള അറിവിലുള്ള ആരെങ്കിലും ഇങ്ങനെ സ്ഥിരത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പത്രത്തിന്റെ ലാസ്റ്റിൽ മാതൃഭൂമി ന്യൂസിലെ നമ്പറുണ്ട്. താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? നെന്മാറയല്ലേ? അതെ സാറേ, ഞാൻ നെന്മാറയാണ്. അപ്പോൾ ആ ചോദിക്കുന്ന ആളുടെ പേരും ആ നമ്പരും ഒക്കെ ഒന്ന് അയച്ചു തരിക. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിക്കുക കേട്ടോ. അതായത് ഈ കൊടുക്കൽ സ്വർണ്ണമല്ല വിവാഹത്തിന്റെ അളവുകോല്. സുരേഷ് ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. അതെ സാറേ, മനസ്സിലായി. ശരി. സംഗീത പാലക്കാട് എന്നൊരു പ്രേക്ഷകയുണ്ട്. സംഗീത പറഞ്ഞോളൂ. സാർ, 15 പവനിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാവില്ലേ? ഗവൺമെന്റ് എല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ 15 പവൻ മിനിമം പെൺകുട്ടികൾക്ക് 15 പവൻ പറഞ്ഞ ഒരു നിബന്ധന വന്നു കഴിഞ്ഞാൽ ഇതാവില്ലേ? അപ്പൊ അത് ആർക്കും ബാധിക്കില്ലല്ലോ. ശരി, തീർച്ചയായും സംഗീത, നമ്മൾ ഈ വിവാഹത്തിന്റെ അളവുകോലായി മാത്രം നമ്മൾ ഇതിനെ കാണരുത്. കാരണം അങ്ങനെ ഒരു വിപുലമായ ഒരു പൊളിച്ചെഴുത്തും ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വേണം. ഇപ്പോഴും ആളുകൾ വിവാഹത്തിന് വേണ്ടിയുള്ള നിലയിലാണ് ഈ സ്വർണ്ണത്തെ കാണുന്നത് എന്നുള്ളതാണ്. ശ്രീ അബ്ദുൽ നാസർ, അവസാനമായി താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, പ്രതികരണങ്ങൾ ആളുകൾ കൂടുതലും വിളിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ അളവുകോൽ എന്ന നിലയിലാണ്. വിവാഹത്തിന് സർവാഭരണ വിഭൂഷിതയായി പെൺകുട്ടികൾ കതിർമണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആചാരമാണ്. ആ സ്വർണം അത് അവരുടെ പിന്നീടുള്ള വരും കാലത്തേക്കുള്ള സാമ്പത്തിക ഭദ്രതയ്ക്കായി സൂക്ഷിച്ചു വെക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഈ പെൺകുട്ടികൾ ആരും ഇത്ര സ്വർണം ഒരിക്കലും അണിയാറില്ല. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മാല ഇട്ടുകൊണ്ടായിരിക്കാം, താലിമാലയായിരിക്കാം. സാധാരണഗതിയിൽ അങ്ങനെ 4 വളയും മാലയും മാത്രമേ ഇട്ടുകൊണ്ടില്ല. ബാക്കിയൊക്കെ കരുതൽ ശേഖരമായിട്ടാണ്. ആ കരുതൽ ശേഖരത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആൾക്കാരും സ്വർണം വാങ്ങിക്കുന്നത്. ആ സ്വർണത്തിന് എത്ര വില കൂടിയാലും ജനങ്ങൾ വാങ്ങിക്കുക തന്നെ ചെയ്യും. ഈ തർക്കം ഉന്നയിക്കുന്നവർ പോലും എത്ര സ്വർണം വാങ്ങിക്കുന്നതിനും അവരുടെ സമ്പത്ത് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്വർണം വാങ്ങിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും ശ്രീ അബ്ദുൾ നാസർ പ്രതികരിച്ചതിനും നിലപാടുകളും ഈ വിലക്കയറ്റത്തിന്റെ തോത് എത്രത്തോളം ഉയരും എന്നൊക്കെ വിലയിരുത്തുന്നതിനും വളരെ നന്ദി. ഒപ്പം പ്രതികരിച്ച് സ്വർണ്ണവില കുതിക്കുമ്പോൾ 47,000 ഭേദിക്കുമ്പോൾ സർവകാല റെക്കോർഡിലേക്ക് കടക്കുമ്പോൾ നിലപാടുകൾ, പ്രതികരണങ്ങൾ അറിയിച്ച പ്രിയ പ്രേക്ഷകർക്കും നന്ദി.